ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഫ്രം -∞ to ∞ x square by 1 plus x⁴ dx ഇവാലുവേറ്റ് ചെയ്തു. നമ്മൾ π/√2 ആണ് വാല്യൂ എന്ന് കണ്ടെത്തി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള രണ്ട് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് integral over the circle modulus of z is equal to 3 z by z minus 1 into z plus 1 dz using residue theorem. ഈ ഒരു ഇൻ്റഗ്രൽ, അതായത് നമുക്ക് ഒറിജിൻ സെൻറ്ററും റേഡിയസ് 3 ഉള്ള ഈ ഒരു സർക്കിളിൻ്റെ മുകളിൽ z ബൈ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫങ്ഷനായിട്ട് എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു z ബൈ z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 എന്നുള്ള ഫങ്ഷനായിട്ട് എടുക്കാം. നമ്മളുടെ സർക്കിൾ ഗാമ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z ഇസ് ഈക്വൽ ടു 3 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിളാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫങ്ഷന് അനലിറ്റിക്കാണ്. രണ്ട് പോയിൻറ്റ്സിൽ മാത്രമാണ് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. ഓക്കെ, z ഈക്വൽ ടു 1ലും z ഈക്വൽ ടു -1. ഈ രണ്ട് പോയിൻറ്റ്സും നമ്മളുടെ ഈ സർക്കിളിൻ്റെ അകത്തുമാണ്. ഓക്കെ, മോഡ് z ഇസ് ഈക്വൽ ടു 3 എന്നുള്ള ഈ സർക്കിളിൻ്റെ അകത്താണ് ഈ രണ്ട് പോയിൻറ്റ്സും വരാം. സോ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z ഈക്വൽ ടു 1 പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z ഈക്വൽ ടു -1. ഇതാണ് വരിക. സോ നമുക്ക് ഈ രണ്ട് റെസിഡ്യൂസും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താം. സോ ഈ ഒരു ഫംഗ്ഷന് z ഈക്വൽ ടു 1ൽ പോളാണ്. ഓക്കെ, പോൾ ഓഫ് ഓർഡർ 1 ആണ്. അതേപോലെ z ഈക്വൽ ടു -1ലും പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ പോളുകളിൽ ഫംഗ്ഷൻ്റെ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ കയ്യിൽ ഫോർമുല ഉണ്ട്. സോ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡ്സ് ടു 1 z മൈനസ് 1 ഇൻറ്റു 1ലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ z മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് കാണാം. z മൈനസ് പോൾ ഓർഡർ 1 ആയതുകൊണ്ട്. സോ z മൈനസ് 1 ഇൻറ്റു z ബൈ z പ്ലസ് -1 ഇൻറ്റു z പ്ലസ് 1 ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ 1/2 വരും. 1/z അല്ല, 1/2. സിമിലർലി z ഈക്വൽ ടു -1ലുള്ള എഫിൻ്റെ റെസിഡ്യൂ കാണണമെങ്കിൽ അതും നമ്മൾ ഇതേപോലെ ഇവാലുവേറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? -1/-2 വരും, അതായത് 1/2 വരും. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ 2πi ആയി. ഓക്കെ, ഇതേപോലെ നമുക്ക് ചെയ്യാവുന്ന പ്രോബ്ലമാണ്. z ബൈ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 അതിനെ ഞാൻ മോഡുലസ് ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ള സർക്കിളിൻ്റെ അകത്ത് മുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. കാരണം ഈ ഒരു സർക്കിളിൻ്റെ മുകളിലും അത് ബൗണ്ട് ചെയ്യുന്ന റീജിയനിലും ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക്കാണ്. കാരണം അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിൻറ്റ്സ് 1ലും -1ഉം ഈ രണ്ട് പോയിൻറ്റ്സും ഈ സർക്കിള് ബൗണ്ട് ചെയ്യാത്ത സർക്കിള് നമ്മളുടെ കോംപ്ലക്സ് പ്ലെയിനെ രണ്ട് റീജിയനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ, ഒരു ബൗണ്ടഡ് റീജിയനും ഒരു അൺബൗണ്ടഡ്. ആ അൺബൗണ്ടഡ് റീജിയനിലാണ് ഈ രണ്ട് പോയിൻറ്റ്സ് വരിക. സോ സർക്കിളിൻ്റെ മുകളിലും അത് ബൗണ്ട് ചെയ്യുന്ന റീജിയനിലും ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ 0 ആണെന്ന് പറയാം. മോഡ് z ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ മോഡുലസ് ഓഫ് z മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിൻ്റെ മുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നോക്കുക, ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ 1 സെൻറ്ററും റേഡിയസ് 1 ഉള്ള സർക്കിളാണ്. അപ്പോൾ അത് പാസ് ചെയ്യുന്നത് റിയൽ ആക്സിൽ ഒറിജിനും പിന്നെ 2ലും. ഓക്കെ, ഈ ഒരു സർക്കിളായിരിക്കും. ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് ഈ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത് ഒറ്റ പോയിന്റിൽ മാത്രമേ ഉള്ളൂ. z ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ. z ഈക്വൽ ടു -1 എന്നുള്ള പോയിന്റ് ഈ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ്. ഓക്കെ,
അതായത് ഈ സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയണിലല്ല, അതിൻ്റെ പുറത്താണ്. സോ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് z ഈക്വൽ ടു 1 മാത്രമാണ് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഒരു സിംഗുലർ പോയിൻ്റ്, അതായത് പോള് വരുന്നത്, പോളിൻ്റെ ഓർഡർ 1 ആണ്, സിമ്പിൾ പോളാണ്. സോ നമുക്ക് 1 റെസിഡ്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 1 എഫിൻ്റെ റെസിഡ്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, 1/2. സോ 2πi ഇൻറ്റു 1/2, that is pi I. Now next problem, show that integral from 0 to pi d theta by a plus cos theta is equal to pi by square root of a square minus 1. ഈ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണം, റെസിഡ്യൂ തിയറം ഉപയോഗിക്കാം. സോ ഫസ്റ്റ് വി പുട്ട് z equal to e raised to I theta, then dz will be e raised to I theta into d theta, that is d theta will be equal to minus I dz by z. We know that cos theta is equal to e raised to I theta plus e raised to minus I theta by 2, which is equal to z plus we have z equal to e raised to I theta. So z plus e raised to minus I theta will be 1 by z divided by 2. Simplify that, z square plus 1 divided by 2z. സോ നമ്മളുടെ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വലി ഈ ഒരു ഇൻ്റഗ്രലിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഫ്രം 0 to pi d theta by a plus cos theta 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to 2pi d theta divided by a plus cos theta എന്ന് എഴുതാം. ഓക്കെ, സോ അവിടെ ഇനി cos thetaക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, സോ d thetaക്കും d theta is equal to minus I dz by z ആണ്. സോ d thetaക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, cos theta z square plus 1 divided by 2z ആണ്, dz അല്ല 2z. സോ this integral will become 1/2 into integral from 0 to 2pi minus I dz by z divided by a plus z square plus 1 divided by 2z. again simplify ചെയ്യാം. ഇപ്പോൾ ആദ്യം ഡിനോമിനേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 2az പ്ലസ് z സ്ക്വയർ പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 2z വരും. ഓക്കെ, ഈ ഒരു 2z അപ്പോൾ മുകളിൽ പോകും. അപ്പോൾ അതായത് നമുക്ക് എന്ത് വരും? z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 ഡിവൈഡ് ബൈ 2z വരും. ആക്ച്വലി ഇവിടെ ഒരു 1/2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ഒരു ഡി സെഡിൻ്റെ അവിടെ ഒരു z ഉണ്ട്, ഈ സെഡും ഈ സെഡും ക്യാൻസൽ ആകും. അതേപോലെ ഈ 1/2 ഈ 2ഉം ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്താൽ ഈ മൈനസ് ഐ പുറത്ത് വരും, ബാക്കി മൈനസ് ഐ. ഈ ഒരു ഇൻ്റഗ്രൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ z e raised to I തീറ്റയാണ് അല്ലേ? സോ e raised to I തീറ്റയാണ് z. സോ തീറ്റ 0 to 2 ഇവിടെ ഒരു ചേഞ്ച് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ തീറ്റ 0 to 2πയിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ e raised to I തീറ്റ എങ്ങനെ വേരി ചെയ്യാം? ഒരു ഒറിജിൻ സെൻറ്ററും റേഡിയസ് 1 ആയിട്ടുള്ള ഈ സർക്കിൾ ചെയ്യും. സോ ആ സർക്കിൾ നമ്മളുടെ കർവായിട്ട് എടുത്താൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഇൻ്റഗ്രലിനെ ഇവിടെ നിന്ന് തന്നെ മാറ്റി കൊടുക്കാം. ഇൻ്റഗ്രൽ ഓർ ഗാമ ആയിട്ട് എടുത്താൽ, ഈ സർക്കിളിനെ ഗാമ ആയിട്ട് എടുത്താൽ ഇൻ്റഗ്രൽ ഓർ ഗാമ, ബാക്കിയുള്ള അതേപോലെ തന്നെ, അതായത് ഇവിടെ ഇൻ്റഗ്രൽ ഓർ ഗാമ dz ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, സോ ഗാമ ഈസ് ദി സർക്കിൾ വിത്ത് മോർലെസ് ഓഫ് z is equal to 1, that is യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെയാണ്, അതായത് 1/z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1നെ ഓർ ദി സർക്കിളാണ് ഓർ ദി യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ 1/z സ്ക്വയർ പ്ലസ് 2azൻ്റെ z പ്ലസ് 1ൻ്റെ സിംഗുലർ പോയിൻറ്റ്സിൽ റെസിഡ്യൂ എത്രയെന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫംഗ്ഷന് സിംഗുലർ പോയിൻറ്റ്സ് വരിക ഡിനോമിനേറ്ററിൽ 0 വരുമ്പോഴാണ്. സോ അതായത് z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എന്നുള്ള പോളിനോമിയലിൻ്റെ റൂട്ട്സ്. സോ റൂട്ട്സ് കാണാൻ നമുക്ക് ക്വാഡ്രാറ്റിക്
ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, സോ റൂട്ട്സ് വിൽ ബി മൈനസ് മൈനസ് 2az ഉണ്ടാവും കേട്ടോ, ഇവിടെ 2 ഉണ്ടാകും. മൈനസ് 2a പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 2a ഹോൾ സ്ക്വയർ മൈനസ് 4ac, അതായത് മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 ഹോൾ ഡിവൈഡ് ബൈ 2a, ദാറ്റ് ഈസ് 2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. ഈ ഒരു 2ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് 4 കോമൺ എടുക്കാം. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 വിൽ ബി 2. ആ 2ഉം ഈ 2 ഡിനോമിനേറ്ററിലുള്ള 2ഉം ക്യാൻസൽ ചെയ്യും. സോ സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് എ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അതായത് നമ്മുടെ 1/z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എന്നുള്ള ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? മൈനസ് എ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1. രണ്ടാമത്തെ സിംഗുലർ പോയിൻറ്റ് മൈനസ് എ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ റൂട്ട് കൊടുത്തു. അതാണ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ റൂട്ട് മൈനസ് എ മൈനസ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1. ഈ രണ്ട് പോയിൻറ്റ്സിലും 1/z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 സിംഗുലർ പോയിൻറ്റ്സ് ആണ്, ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് ആണ്. സിംഗുലർ പോയിൻറ്റ്സ് പോൾസ് ആണ്, പോൾസ് ഓർഡർ 1 ആണ്, സിമ്പിൾ പോൾസ് ആണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സിലും ആൽഫയിലും ബീറ്റയിലും നമ്മളുടെ ഫംഗ്ഷൻ എഫിൻ്റെ, അതായത് 1/z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1ൻ്റെ റെസിഡ്യൂ വാലേറ്റ് ചെയ്താൽ നമ്മളുടെ റിക്വയർഡ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താം. സോ ബൈ റെസിഡ്യൂ തിയറം മൈനസ് ഐ ഇൻ്റെ ലോവർ ഗാമ dz ബൈ z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 will be equal to 2pi I minus I into residue of f at z1. ഓക്കെ, കാരണം ഇവിടെ ആൽഫ മാത്രമായിരിക്കും നമ്മളുടെ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് വരാം, യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ്റെ അകത്ത് വരാം. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് എടുക്കുന്നുണ്ട്. സോ മോഡുലസ് ഓഫ് ബീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇവിടെ മോഡുലസ് അപ്ലൈ ചെയ്താൽ മോഡുലസ് ഓഫ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് കിട്ടും. അതായത് ഈ ഒരു സിംഗുലർ പോയിൻ്റ് നമ്മളുടെ സർക്കിളിൻ്റെ പുറത്താണ്. പുറത്ത് മീൻസ് സർക്കിൾ ബൗണ്ട് ചെയ്യാത്ത റീജിയനിലാണ് വരുന്നത്. സോ നമുക്ക് ആൽഫയിൽ മാത്രമുള്ള റെസിഡ്യൂ കണ്ടെത്തിയാൽ മതി. സോ അതാണ് ഒറ്റ ടേം ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്താൽ ഐയും മൈനസ് ഐ മൾട്ടിപ്ലൈ ചെയ്താൽ 1. സോ 2pi റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z1 വിച്ച് വിൽ ബി ഈക്വൽ ടു 2pi, സിമ്പിൾ പോളാണ്. z1 എന്നല്ല ആൽഫ എന്ന് കൊടുത്തോട്ടോ, ആൽഫ എന്ന് കൊടുത്തു. സോ സിമ്പിൾ പോളാണ്. സോ റെസിഡ്യൂ വാലേറ്റ് ചെയ്യാൻ ഈസിയാണ്. 2pi ലിമിറ്റ് z ടെൻസ് ടു ആൽഫ, z മൈനസ് ആൽഫ ഇൻറ്റു 1/z minus alpha into z minus beta. So ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ലിമിറ്റ് വിൽ ബി ലിമിറ്റ് z ടെൻസ് ടു ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1/ആൽഫ മൈനസ് ബീറ്റ വരും. ഓക്കെ, ആൽഫയും ബീറ്റയും നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ 2pi ഇൻറ്റു നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഇയും എ മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ആകും. അപ്പോൾ 2 സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 വരും. അപ്പോൾ ഈ ടൂവും ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ആൻസർ വിൽ ബി pi ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ബാക്കി വരുന്ന പ്രോബ്ലംസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നിങ്ങൾ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.